വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു നോമ്പുതുറ വീഡിയോ ആട്ടോ. ഞാൻ ഹലോ ഗൈസ് പറഞ്ഞപ്പോൾ എഴുന്നേറ്റം തോന്നുന്നു. ഇപ്പം സമയം 4:54 രാവിലെ ആട്ടോ. അപ്പം ഇന്നൊരു നോമ്പുതുറ വീഡിയോ ആണേ. ഞാൻ ഇന്ന് നോമ്പെടുക്കാൻ വിചാരിച്ചു. അപ്പം 4 മണിക്ക് എഴുന്നേറ്റതാണ് രാവിലെ. എഴുന്നേറ്റതല്ല സത്യത്തിൽ, ഞങ്ങൾ ഉറങ്ങാതെ സിനിമ കണ്ടുകൊണ്ട് കിടക്കുമായിരുന്നു. അപ്പം 4 മണി ആയപ്പോഴത്തേക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി കഴിച്ചിട്ട് അപ്പം നാളെ ഇനി 6 മണി 6:30 വരെ ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം രാവിലെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. 4:54 ഇനി ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാൻ വിചാരിച്ചു. അപ്പം എൻ്റെ ഫ്രണ്ടിനോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നോമ്പെടുക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അവളിങ്ങനെ നെയ്യത്തോ അങ്ങനെ എന്താ പറയുന്നൊരു ഇത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് പ്രാർത്ഥിച്ചിട്ട് വേണം 5:30 മുന്നേ പ്രാർത്ഥിച്ചിട്ട് നോമ്പെടുക്കുന്നേ കിടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടാട്ടോ ഞാൻ ഇപ്പോൾ ഇതൊക്കെ ചെയ്തത്. അപ്പം ഇനിയിപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കാം. തലേന്ന് ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണിയുടെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് കഴിക്കാം. ഞാനൊരു 8 മണി 9 മണി ആയപ്പോൾ എഴുന്നേറ്റ് കേട്ടോ. അമ്മ വന്നിട്ട് പറയാം രാവിലെ എഴുന്നേക്കണം, രാവിലെ നോമ്പ് പിടിച്ചിരിക്കുന്നവർ രാവിലെ എഴുന്നേക്കണം, അല്ലെങ്കിൽ നോമ്പ് മുറിയും എന്നൊക്കെ. അങ്ങനെ രാവിലെ വിളിച്ചുണർത്തി. ഫുഡൊന്നും കഴിക്കാതെ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ വെറുതെ ഇരിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് ഒരാളുണ്ട്. ഞാൻ എവിടെയാണെങ്കിലും ഇവ എൻ്റെ അടുത്ത് വന്ന് വെറുതെ ഇങ്ങനെ ഇരിക്കും. എന്തിനാ ഇങ്ങനെ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഹലോ പറ, ഹലോ പറ, ഹലോ പറ, ഹായ്. കൈതാ, താങ്ക് യു. വലിയ ചാടയാ പുള്ളിക്ക്. സത്യത്തിൽ ഈ നോമ്പ് പിടിക്കുന്ന ഭയങ്കര എളുപ്പമാണെന്നാട്ടോ ഞാൻ വിചാരിച്ചത്. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര സിമ്പിളായിട്ടാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒന്നും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ. എനിക്ക് സത്യത്തിൽ ഈ തുപ്പലിറക്കാൻ വരെ പേടി. കാരണം തുപ്പലിറക്കുമ്പോൾ നോമ്പ് മുറിഞ്ഞാലോ അങ്ങനെയൊക്കെ എനിക്ക് അതിനും പേടിയാട്ടോ. കാരണം എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ എനിക്കിപ്പോൾ റെസ്പെക്റ്റ് തോന്നുന്നുണ്ട് സീരിയസ്ലി. കാരണം ഒരു വെള്ളം പോലും കുടിക്കാതെ ഈ ചൂടത്ത് ഇങ്ങനെ പിടിച്ച് സ്കൂളിലും പോയി ജോലി ചെയ്യുന്നവരൊക്കെ എത്ര പേര് ഒരു വെള്ളം പോലും കുടിക്കാതെ. എനിക്ക് ഐ ഫീൽ റെസ്പെക്റ്റ്. കാരണം ഇവിടെ എനിക്കെന്തോ പോലെ. കാരണം എനിക്ക് പിടിക്കുമ്പോഴല്ലേ ആ ഒരു ഇത് മനസ്സിലാവുന്നത്. ഞാൻ പണ്ട് 10ാം ക്ലാസ്സിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ പിടിക്കുന്ന കണ്ടിട്ട് ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് നോക്കി എങ്ങനെ ഫുഡൊന്നും കഴിക്കാതെ. പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ വെള്ളം കുടിച്ചു. അത്രയും നേരം കഴിക്കാതെ ഇരുന്നിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് സ്കൂൾ വിട്ട് വന്ന് ക്ഷീണിച്ച് ഞാൻ വെള്ളം കുടിച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും ഇങ്ങനെ ഒരു ഫുഡ് പോലും കഴിക്കാതെ അവരൊക്കെ ഇങ്ങനെ പിടിക്കുന്നതെന്ന്. എനിക്കറിഞ്ഞൂടെ, ഭയങ്കര സംഭവം. പക്ഷേ ഇന്ന് എന്തായാലും ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യും. ഞാൻ ഇന്ന് നോമ്പ് കറക്റ്റ് എടുക്കും. ഇതെൻ്റെ ഒരു വാശിയാണ്. അപ്പം നമുക്ക് നോമ്പ് തുറക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. അതിന് ഞാൻ സമോസ, കട്ട്ലേറ്റ്, ചട്ടിപ്പത്തിരി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പം ഉള്ളി എനിക്ക് അമ്മ അരിഞ്ഞു തന്നു. ഇനി ബാക്കി പരിപാടിയൊക്കെ ഞാൻ തന്നെ ചെയ്യണം. കാരണം ഉള്ളി അരിഞ്ഞ് എന്നെ കൊണ്ട് പറ്റത്തില്ലടാ. ഉള്ളി അരിഞ്ഞ് എനിക്ക് അറിഞ്ഞൂടെ. എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കഴിച്ചൊരു സാധനമായി ഉള്ളി. അപ്പോൾ അത് അരിയുന്നത് എന്നെ കൊണ്ട് നടക്കുന്നില്ല. അപ്പോൾ ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം. ഇന്ന് എല്ലാം ഞാൻ ഒറ്റയ്ക്കാട്ടോ ചെയ്യാൻ പോകുന്നത്. കാരണം നോമ്പെടുക്കുന്നത് എൻ്റെ പ്ലാൻ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യാൻ പോകുന്നത്. അരിഞ്ഞ് പറക്കി തരാൻ അമ്മയുണ്ട്. അപ്പോൾ ഓക്കെ ബാ. ഈ ഒരു മസാല ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നൊരു മസാല. ഈ ഒരു മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് 3 ഐറ്റംസ് ഉണ്ടാക്കാം. സമോസ, കട്ട്ലേറ്റ്, ചട്ടിപ്പത്തിരി. അപ്പോൾ 3 എണ്ണത്തിനും കൂടെ ഉള്ളൊരു മസാലയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു മസാലയുടെ റെസിപ്പി ഞാൻ ഷോർട്സ് വീഡിയോയിൽ ഇടാട്ടോ. ചട്ടിപ്പത്തിരിക്ക് ഉണ്ടാക്കിയ മസാലയിൽ നിന്ന് കുറച്ച് മസാല എടുത്ത് നമുക്ക് വേവിച്ച പൊട്ടറ്റോ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അതാവുമ്പോൾ സമോസയും കട്ട്ലേറ്റും കൂടി ഉണ്ടാക്കാം. എനിക്ക് നോമ്പെടുത്തിട്ട് തോന്നിയത് നോമ്പെടുക്കുമ്പോൾ ഏറ്റവും വലിയ കഷ്ടപ്പാട് എന്താന്ന് വെച്ചാൽ വീട്ടിൽ അടുക്കളപ്പണി ചെയ്യുന്ന അമ്മമാരാട്ടോ. അവ എന്തായാലും സമ്മതിച്ച് തന്നെ കൊടുക്കണം. അവരൊറ്റയ്ക്ക് നിന്ന് ഇത്രയും പേർക്കും കൂടെ വെള്ളം പോലും കുടിക്കാതെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു സംഭവം തന്നെയാട്ടോ. ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് അറിയാതെ ഉപ്പ് നോക്കാൻ പോവാട്ടോ. എനിക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ ഉപ്പ് നോക്കുന്ന ശീലമുണ്ട്. എനിക്കിങ്ങനെ മണത്തൊന്നും ഉപ്പ് കണ്ടുപിടിക്കാൻ അറിഞ്ഞുകൂടാ. വീട്ടിലെ എല്ലാവർക്കും നോമ്പായോണ്ട് ഞാൻ ഈ ഉണ്ടാക്കുന്നതിലൊക്കെ ഉപ്പ് ഉണ്ടോ ഇല്ലയോന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. എന്തൊക്കെയോ നോമ്പ് മുറിക്കാൻ അങ്ങോട്ട് ഉണ്ടാക്കുക. കട്ട്ലേറ്റിനുള്ളത് ഇവിടെ സെറ്റായി. ഇനി ചട്ടിപ്പത്തിന് ഉണ്ടാക്കണം. പിന്നെ ഇത് ഞാനൊരു എഗ് പപ്സ് ഉണ്ടാക്കാനുള്ളതാട്ടോ. ഓവൺ ഇല്ലാതെ ഒരു എഗ് പപ്സ് കൂടെ ഉണ്ടാക്കണം. അപ്പം ഇത്രയാണ്. ഇത് സമോസക്കും കട്ട്ലേറ്റിനും ചട്ടിപ്പത്തിരിക്ക്. ഇത് നമ്മുടെ പപ്സ് ഉണ്ടാക്കാനും കൂടെ ഉള്ളത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇരുന്ന് പരത്താം. ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടാട്ടോ ഇത്രയും കട്ട്ലേറ്റ് സമോസയൊക്കെ ഇങ്ങനെ ബൾക്കായിട്ട് ഉണ്ടാക്കുന്നത്. ഏകദേശം ഒരു 30 കട്ട്ലേറ്റ് 30 സമോസയോളം ആട്ടോ ഞങ്ങൾ നോമ്പ് മുറിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. ഞാൻ പണ്ട് എന്റെ നെയ്ബറിന്റെ വീട്ടിലെ നോമ്പ് മുറിക്കാൻ പോയിട്ടുണ്ട്. നോമ്പ് എടുക്കാതാട്ടോ അന്ന് ഞാൻ നോമ്പ് മുറിക്കാൻ പോയത്. അന്ന് അവരുടെ ടേബിൾ ഫുള്ള് കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ആദ്യമായിട്ടാട്ടോ ഒരു ടേബിളിൽ അത്രയധികം സാധനങ്ങൾ ഒരുമിച്ച് കാണുന്നത്. അന്ന് ഞാൻ ആ ആന്റിയുടെ ടേബിളിൽ കണ്ട നോമ്പ് പോലെ ആക്കണം എന്നായിരുന്നു കേട്ടോ എന്റെ ആഗ്രഹം. അതിനായിട്ട് ഞാൻ ഇത്രയും ഐറ്റംസ് ഒറ്റയ്ക്ക് ഉണ്ടായി കഷ്ടപ്പെട്ടത്. ഇതെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. പെട്ടെന്നൊന്ന് ബാങ്ക് വിളിച്ചാൽ മതിയായിരുന്നായിരുന്നു കേട്ടോ എന്റെ മനസ്സ് മുഴുവൻ. ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിനും എണ്ണയിൽ വറക്കാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നേ ആട്ടോ. അപ്പോൾ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞു.
ഞാൻ ആദ്യമായിട്ടോ തട്ട് ഇടുന്നത്. തട്ട് ഇട്ടത് എങ്ങനെയുണ്ട് കമന്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതെല്ലാം കൂടെ കൊണ്ട് ഡൈനിങ് ടേബിൾ സെറ്റ് ആക്കണം. 6:30 ആകുമ്പോഴാട്ടോ നോമ്പ് മുറിക്കേണ്ടത്. നോമ്പ് മുറിക്കാൻ അമ്മേൻ്റെ ഫ്രണ്ട് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊണ്ട് സെറ്റാക്കി വെക്കാം. ബാ. നോമ്പ് മുറിക്കാനുള്ള എല്ലാ ഐറ്റംസും ഇനി ടേബിളിൽ കൊണ്ട് വെക്കാൻ പോകട്ടോ. ലാസ്റ്റ് സമയത്താട്ടോ മൊഹബത് ക സർബത്ത് ഉണ്ടാക്കുന്നത്. സിറപ്പ് ഇല്ലായിരുന്നു, അപ്പൊ സിറപ്പൊക്കെ മേടിച്ചിട്ട് വന്നിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അതൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ടേബിളിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ട് അടുക്കി വെക്കുന്നത്. ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കൊരു തൃപ്തി ഇല്ലായിരുന്നേ. കുറച്ച് സാധനങ്ങളല്ലേ ഉള്ളൂ, ഇനിയും എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണമല്ലോ വേണമല്ലോ എന്നൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ എല്ലാം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചപ്പോഴാട്ടോ ചിന്തിക്കുന്നത് ഇത്രയും ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയോന്ന്. എന്റെ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ഒരു കഷ്ടപ്പാടാട്ടോ ഈ ടേബിളിൽ ഇപ്പൊ ഈ നിരന്ന് കാണുന്നത്. അമ്മ ഇപ്പൊ 6:30 ആയിട്ടുണ്ട്. ബാങ്ക് എല്ലാം വിളിച്ചു. അപ്പം നോമ്പ് മുറിക്കാൻ സമയമായിട്ടോ. ഞാൻ കാരക്ക വെച്ച് മുറിക്കണം എന്നാട്ടോ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത്. പക്ഷെ എൻ്റെ അത് ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ തണ്ണിമത്തനിലാട്ടോ കഴിക്കുന്നത്. മൊഹബത് ക സർബത്ത് ഇത്രയും ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. എനിക്ക് തുടങ്ങണം എന്നറിയത്തില്ല സത്യത്തിൽ കഴിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ എന്റെ മുന്നിൽ കണ്ടിട്ട് എന്റെ മനസ്സും വയറും കഴിക്കാതെ തന്നെ അങ്ങ് നിറഞ്ഞു. ഇത്രയും നേരം ഫുഡൊക്കെ കഴിക്കാതിരുന്നിട്ട് ആ വെള്ളം കുടിച്ചപ്പോ എന്റെ വയറ്റിലെത്തിയത് ഞാൻ നന്നായിട്ട് അറിയാം. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ സാഡ് പാർട്ട് എന്താന്ന് വെച്ചാൽ നോമ്പ് മുറിച്ചിട്ട് എല്ലാം എനിക്ക് തിന്നണം, എല്ലാം കഴിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. ആ വെള്ളം അങ്ങോട്ട് കുടിച്ചപ്പോഴത്തേക്കും വയറങ്ങോട്ട് നിറഞ്ഞു. ഇതൊക്കെ ഞാൻ ഇനി എങ്ങനെ കഴിക്കും എന്നാട്ടോ ചിന്തിച്ചിരിക്കുന്നത്. രാത്രി കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ബിരിയാണി പാഴ്സൽ പറയുകയും ചെയ്തു. പിന്നെ ഇത്രയും കളയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഞങ്ങൾ നോമ്പ് മുറിക്കാൻ വേണ്ടി കുറച്ച് പേർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അയക്കുന്നുണ്ട്. നോമ്പ് മുറിക്കാറായപ്പോ ഇവിടെ നല്ല മഴ പെയ്തേ. അപ്പൊ മഴയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതെല്ലാം കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് എനിക്കൊരു നോമ്പ് സക്സസ്ഫുള്ളി കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിട്ടോ. എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു വെള്ളം പോലും കുടിക്കാതെ ഇത്രയും നേരം എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റി. എനിക്ക് ആ സമോസയും കുറച്ച് കട്ട്ലേറ്റും കൂടെ കഴിച്ചപ്പോ തന്നെ തല ഇറങ്ങുന്ന പോലെ ആയിട്ടോ. ഫുഡ് കഴിക്കാതിരുന്നിട്ട് എണ്ണപ്പലഹാരങ്ങൾ തിന്നുമ്പോ മത്താവും എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ആയിട്ടോ എനിക്കത് കഴിച്ചപ്പോ. ഞാൻ വിചാരിച്ച ഫുഡ് കഴിക്കാതിരിക്കുമ്പോ തല ഇറങ്ങി വീഴും. പക്ഷെ എനിക്ക് ഇവിടെ നേരെ തിരിച്ചാട്ടോ. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴാട്ടോ എനിക്കൊരു തലയിറക്കം പോലെ വന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് നോമ്പ് എനിക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ എനിക്കിങ്ങനെ വെള്ളം പോലും കുടിക്കാതെ ഒരു ദിവസം ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. അപ്പം ഇതിനകത്ത് കുറച്ച് കുറ്റങ്ങളൊക്കെ കാണും. കാരണം ഇതെൻ്റെ ഫസ്റ്റ് നോമ്പായതുകൊണ്ട് എനിക്ക് കറക്റ്റ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ ഫ്രണ്ടിനെയൊക്കെ വിളിച്ചിട്ട് എന്നെ പറ്റുന്ന പോലെ നല്ല കറക്റ്റായിട്ട് ഞാൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം. അപ്പം എൻ്റെ വയറൊക്കെ നിറഞ്ഞു. എനിക്ക് ഇതെല്ലാം കഴിക്കണം, നോമ്പ് പറഞ്ഞിട്ട് ഇതെല്ലാം കഴിക്കണം എന്നൊക്കെയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ വെള്ളവും കുറച്ച് സർബത്തും തണ്ണിമത്തനും ഒരു കട്ട്ലേറ്റും കഴിച്ചപ്പോഴത്തേക്കും എൻ്റെ വയറ് നിറഞ്ഞു. ഞാൻ ഈ ഒരു നോമ്പെടുത്തത് കറക്റ്റ് രീതിയാണോ തെറ്റാണോ ശരിയാണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എല്ലാവരോടും ചോദിച്ച് കുറച്ച് അറിവിലാട്ടോ ഈ ഒരു നോമ്പെടുത്തത്. നിങ്ങൾ ഇത് എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. അടുത്ത വട്ടം നോമ്പെടുക്കുമ്പോൾ ഞാൻ കറക്റ്റ് ആക്കാവേ. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.